നടിയെ ആക്രമിച്ച കേസിൽ നാദിർഷയും മാനേജർ അപ്പുണ്ണിയും പ്രതിയാകും. സുനിൽകുമാർ കത്ത് നൽകിയത് ദിലീപിന്റെ സഹോദരൻ അനൂപിനാണ്. അനൂപിനെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും. ദിലീപിന്റെ സാമ്പത്തിക ഇടപാടുകൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കും. ദിലീപിന്റെ ജാമ്യാപേക്ഷയും പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയുമാണ് ഇന്ന് കോടതിയിൽ പരിഗണിക്കാനിരുന്നത്. കോടതിയിലെത്തിയ ദിലീപിനെയും അഡ്വക്കേറ്റിനെയും കൂക്കി വിളിച്ചാണ് ജനം സ്വീകരിച്ചത്. പക്ഷേ ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി മാറ്റിവെച്ചു. ദിലീപിനെതിരായ തെളിവുകളെല്ലാം പോലീസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ദിലീപിന്റെ അഡ്വക്കേറ്റ് പറയുന്നത്. ദിലീപിനെതിരായ 19 തെളിവുകളും എഴുതി തള്ളണമെന്ന് അഡ്വക്കേറ്റ്. ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ലെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ പറഞ്ഞു. 3 ദിവസം മാത്രമാണ് പോലീസ് ദിലീപിനെ കസ്റ്റഡിയിൽ ചോദിച്ചത്. കോടതി അനുവദിച്ചത് 2 ദിവസവും. ഇതുകൊണ്ട് തന്നെ തെളിവെടുപ്പുകളൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന അനുമാനത്തിലാണ് എല്ലാവരും. ദിലീപിനെതിരായ എല്ലാ തെളിവുകളും ലഭിച്ചതിനു ശേഷമാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തതും. കൃത്യത്തിന്റെ ഗൂഢാലോചനയിൽ ദിലീപും സുനിൽകുമാറും മാത്രമാണ് ഉള്ളതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. എന്നാൽ ഈ കൃത്യത്തിന് ശേഷം കുറ്റകൃത്യം മറച്ചുപിടിക്കാനും പോലീസിനെ വഴിതെറ്റിക്കാനും അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയും സുഹൃത്തും സംവിധായകനുമായ നാദിർഷയുടെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായ നീക്കങ്ങൾ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത്. തെളിവുകൾ നശിപ്പിക്കുക മാത്രമല്ല, അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമവും ഉണ്ടായി. ദിലീപിന്റെ ഭാഗത്തു നിന്നുള്ള കുറ്റം മറച്ചുപിടിക്കാൻ സുഹൃത്തുക്കളും മാനേജറും സഹായിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് രണ്ടുപേരെ കൂടി കേസിൽ പ്രതി ചേർക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ദിലീപിനെ ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ ഇരുവരെയും ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ദിലീപിന്റെ സഹോദരൻ അനൂപിനെയും ചോദ്യം ചെയ്യും. കാരണം ജയിലിൽ കിടന്ന വിഷ്ണു എന്ന സഹതടവുകാരൻ ദിലീപിന്റെ വീട്ടിലെത്തിയാണ് അനൂപിനോട് സംസാരിച്ചത്. ഇതിനു മുൻപും നാദിർഷയും അപ്പുണ്ണിയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടയിൽ ദിലീപ് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് എന്ന കണ്ടെത്തലിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും പരിശോധന നടത്തും. മുൻപ് കൃത്യമായി ടാക്സ് അടയ്ക്കുന്നു എന്ന പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ദിലീപിനെ ആദരിച്ചിരുന്നു. പക്ഷേ ദിലീപിന് അനധികൃതമായ സ്വത്ത് സമ്പാദിക്കുന്നുണ്ട് എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധനയ്ക്ക് ആലോചിക്കുന്നത്. ഈ അഭിജിത്ത് അശോകൻ അരുൺവിഷവും ഇവിടെ സെൻട്രൽ സ്ക്വയറിൽ വന്നിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. അവരായിട്ട് തന്നെ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യും, അതായത് നിങ്ങൾക്ക് ക്യാഷ് തരാം, പക്ഷേ ഞങ്ങൾ ഈ പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. പടം റിലീസായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറപ്പായിട്ടും തരും എന്നാണ് അവരെന്ന് പറഞ്ഞത്. പടം റിലീസാകുമ്പോൾ തരാമെന്നല്ല പറഞ്ഞത്. അപ്പോൾ എപ്പോഴാണ് ഏകദേശം എപ്പോൾ തരാൻ പറ്റും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു